മലയാള സാഹിത്യ സൗരപഥത്തിൽ അക്ഷരത്തെളിച്ചമാർന്ന അരുണോദയങ്ങൾ അനവധിയേകിയ ജ്ഞാന സൂര്യൻ. എഴുത്തിന്റെ ഏഴഴകുകൊണ്ട് മലയാളി മനസ്സിലാകെ മായാത്ത മാരിവില്ലിൻ ചന്തമൊരുക്കിയ കഥാകാരൻ. സാഹിത്യരംഗത്തും സിനിമാരംഗത്തും മനോഹരവും മാസ്മരികവുമായ തൂലികാസ്പർശത്താൽ രചനാ വൈദഗ്ധ്യത്തിന്റെ നിത്യവസന്തം തീർത്തു MT വാസുദേവൻ നായർ എന്ന സർഗധനൻ. സങ്കീർണവും സങ്കടകരവുമായ മനുഷ്യ മനോഭാവനകളെ ഇത്രയേറെ അറിഞ്ഞനുഭവിച്ച് അനാവരണം ചെയ്ത് പുസ്തകത്താളുകളിലൂടെയും ചലച്ചിത്ര കാഴ്ചകളിലൂടെയും മലയാളികൾക്ക് പകർന്നേകിയ മറ്റൊരു രചയിതാവില്ല എന്നത് ഉറപ്പാണ്. വാക്കുകളുടെ സൗന്ദര്യവും സൗരഭ്യവും കൊണ്ട് അനുവാചക ഹൃദയങ്ങളെ ആസ്വദിപ്പിച്ച് ആനന്ദിപ്പിച്ച MT എന്ന മഹാപ്രതിഭയെ തേടി ജ്ഞാനപീഠവും പത്മഭൂഷണും പത്മവിഭൂഷണുമടക്കം പുരസ്കാരങ്ങൾ അനേകമെത്തി. കാലത്തിന്റെ കടലാസിൽ ഒരിക്കലും മായാത്ത കയ്യൊപ്പ് ചാർത്തിയ കരകൗശലത്തിന്റെ ഉടമയ്ക്ക് പ്രണാമം. ഓർമ്മയിലെന്നും MT വാസുദേവൻ നായർ. ഇന്ന് MT വാസുദേവൻ നായർ എന്ന ആ അതുല്യ പ്രതിഭയുടെ ജ്വലിക്കുന്ന ഓർമ്മകളുമായി എപ്പിസോഡിലേക്ക് ആദ്യം എത്തുന്നത് മലയാളമടക്കം നിരവധി ഭാഷകളിലെ മികച്ച പ്രകടനങ്ങളുമായി കഴിഞ്ഞ 4 പതിറ്റാണ്ടിലധികമായി സിനിമാ ലോകത്തെ നിറസാന്നിധ്യമായ ഒരു അഭിനേതാവ്. നിരവധി ഭാഷകളിൽ അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. അഭിനേതാവായി കണ്ടു, നർത്തകനായി കണ്ടു. സർവോപരി MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ അതിമനോഹരമായ നിരവധി കഥാപാത്രങ്ങളെ വെള്ളിത്തിരിയിൽ അവതരിപ്പിച്ച് ഫലിപ്പിച്ച നടൻ. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക് അഭിനേതാവ് വിനീത്. വിനീതേട്ടാ, വളരെ നന്ദി വന്നതിൽ. ഇപ്പം ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ 8 സിനിമകളിലാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ വിനീതൻ്റെ കരിയർ ഇങ്ങനെ നമ്മുടെ അടുത്ത് പരിശോധിക്കുമ്പോൾ നാഴികക്കല്ലുകൾ പോലെ എല്ലാ ഇടവേളകളിലും അദ്ദേഹത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള കഥാപാത്രങ്ങൾ വിനീതനെ തേടിയെത്തിയിട്ടുണ്ട്. അതും വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം എഴുതിയിരുന്ന കഥയും കഥാപാത്രങ്ങളും എല്ലാം ഒരു മുതിർന്ന മനുഷ്യൻ്റെ വലിയ മാനസിക വ്യാപാരങ്ങളിലൂടെ പോകുന്നതായിരുന്നിരിക്കെ വളരെ കൗമാരത്തിൽ തന്നെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ ചെയ്യാനുള്ളൊരു അവസരവും കിട്ടിയിട്ടുണ്ട്. എപ്പോഴായിരുന്നു ആദ്യം കണ്ടതെന്നുള്ളത് ഓർക്കുന്നുണ്ടോ അദ്ദേഹത്തിന്? സരസ്വതി ടീച്ചറുടെ കലാമണ്ഡലം സരസ്വതി ടീച്ചറുടെ ശിഷ്യനാണ്. 83 മുതലായിരുന്നു എൻ്റെ ഡാൻസ് ക്ലാസ്സസ്. അപ്പോൾ ഞാൻ തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് എല്ലാ വീക്കെൻഡ്സിലും പോകും ക്ലാസ്സിന്. അപ്പം MT സാറിൻ്റെ ഭാര്യയാണ്. MT സാർ ഇസ് എ ഗ്രേറ്റ് മാൻ, അതൊക്കെ അറിയാമെന്ന്. പക്ഷേ അവിടെ നൃത്ത പഠനമായിരുന്നു. ടീച്ചറുമായിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും ശാസ്ത്രീയമായിട്ടുമുള്ള ചിട്ടയോടുകൂടിയുള്ള പരിശീലനം നടക്കുന്ന ഒരു കാലം. അപ്പം അതിൻ്റെ സീരിയസ്നെസ്സും അപ്പം അതിൻ്റെ പെർഫെക്ഷൻ ഇതൊക്കെ ആയിരുന്നു. അപ്പം അന്ന് സിനിമ ആഗ്രഹം മനസ്സിലുണ്ട്. ഏത് കൗമാരക്കാരനെ പോലെയും സിനിമയിൽ അഭിനയിക്കണം, പാട്ട് പാടണം, ഡാൻസ് എല്ലാം ഇതൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു 84 എനിക്കൊന്ന് സാറ് സജസ്റ്റ് ചെയ്തിട്ട് ഭരതേട്ടനാണ് ആദ്യം ഋഷിശൃംഗന് വേണ്ടിയിട്ട്. വൈശാലി അന്ന് ഋഷിശൃംഗൻ എന്നുള്ള പേരിലായിരുന്നു. സോ അങ്ങനെയാണ് ഒരു ഫിലിം കണക്ഷൻ. അത് കഴിഞ്ഞ് ടീച്ചർ അമ്മേനോട് പറഞ്ഞ് നഗർഷതങ്ങളിന് വേണ്ടിയിട്ട് വിനീതൻ്റെ കുറച്ച് പിക്ചേഴ്സ്, ഇത് ഞാൻ പിന്നെ അറിയുന്നത് ആക്ച്വലി. അപ്പം അമ്മ ഞാൻ അറിയുന്നതിന് മുമ്പേ അമ്മ കുറച്ച് ഫോട്ടോസ് കൊടുത്തിരുന്നു. സോ അങ്ങനെ ആയിരിക്കണം അദ്ദേഹം ഡിസൈഡ് ചെയ്തത്. ബിക്കോസ് ഞാൻ ഒരു ദിവസം ക്ലാസ്സിന് പോകുമ്പം ടീച്ചർ അമ്മേനെ വിളിച്ചു പറഞ്ഞു, ഒന്ന് ഹരനെ ഒന്ന് കാണണം. അപ്പോൾ ഞാൻ വിനീതനൊന്ന് വാസുവേട്ടൻ്റെ കൂടെ അയക്കും. അപ്പം അത് എന്തിനാണെന്നൊന്നും എനിക്കന്ന് അറിയില്ല. അപ്പം MT സാറിൻ്റെ കൂടെ ഞാൻ പോവാണ് ഹരൻ സാറിനെ കാണാൻ. അന്നാണ് ഹരിഹരൻ സാറിനെ ആദ്യം മീറ്റ് ചെയ്യുന്നത്. അതിന് മുമ്പ് ഒരു പ്രാവശ്യം അദ്ദേഹത്തിനെ വീട്ടിൽ കണ്ടതായിട്ട്, മറ്റേ ക്ലാസ്സിന് പോകുമ്പോൾ അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത പോകുന്നെങ്കിലും നമ്മൾ കാണലൊന്നുമില്ല. ഇല്ലില്ല, വീട്ടിൽ ക്ലാസ് കഴിഞ്ഞ് ഞാൻ പോവാ. എപ്പോഴോ ഒരു പ്രാവശ്യം അദ്ദേഹം ആ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നത് എൻ്റെ നല്ല മെമ്മറിയിലുണ്ട്. പിന്നെ അങ്ങനെ ഒരു ഇൻറ്ററാക്ഷനും അങ്ങനെയൊന്നും ഇല്ലല്ലോ, ബിക്കോസ് ഈസ് എ വെരി സീനിയർ പേഴ്സൺ. സോ അങ്ങനെ ഒരു ബ്ലെസ്സിങ് ആയിരുന്നു അത് ആക്ച്വലി. ബിക്കോസ്
ഇപ്പം എം ടി സാർ എന്തായാലും നഗക്ഷത്രങ്ങളിൽ അഭിനയിക്കാൻ പോകുന്നത് ഹരിഹരൻ സാറിനെ കാണാൻ പോകുന്നത് എം ടി സാറിന്റെ കൂടെയാണ്. അതെ. അയ്യോ, അല്ല, ആ പോക്ക് ഒരു ഭയങ്കര രസമുണ്ട്. അതായത് അന്ന് കാറ് എന്തോ പ്രശ്നമായി, ഡ്രൈവർ വന്നിട്ടില്ല, എന്തോ ഇതായിട്ട് അവിടുത്തെ ഹെൽപ്പ് ചെയ്യുന്ന ആരോ പോയി ഒരു ഓട്ടോറിക്ഷ പിടിച്ചു കൊണ്ടുവന്ന് സാക്ഷാൽ എം ടി സാറിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ആ ഓട്ടോയിലാണ്. അന്നേരം സംസാരമൊന്നുമില്ല, പുള്ളി സൈഡിലിരിക്കുന്നുണ്ട്. നേരെ പോയി റിജൻസി ഹോട്ടൽ അവിടുത്തെ. അപ്പോൾ ഹരൻ സാറൊക്കെ റിസീവ് ചെയ്യാൻ വന്നു. അപ്പം അന്ന് ONV കുറുപ്പ് അദ്ദേഹത്തിന് സാക്ഷാൽ എം ടി സാർ നഗക്ഷത്രങ്ങളുടെ കഥ നെറേറ്റ് ചെയ്യുന്ന ദിവസമായിരുന്നു. സോ അത് വിറ്റ്നസ് ചെയ്യാനുള്ള ഒരു മഹാഭാഗ്യം എനിക്കുണ്ടായത്. ഗ്രേറ്റ്. ഇരിക്കും. താങ്ക് യു.